ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. അരിസാധനം ആരെ കൊണ്ട് തരാനുള്ളത്? ഇവിടെയുള്ള പ്രൊമോട്ടർമാര്, തിരിഞ്ഞു നോക്കാത്ത പ്രൊമോട്ടർമാര് ആണ്. മേടിച്ച് തിന്നാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ അരി കിട്ടാനാണ് ഈ മാസം 30 ആവണം. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതിനെതിരെ വിവിധ ദളിത് ആദിവാസി സംഘടനകളും രംഗത്തെത്തി. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നാണ് ഇവരുടെ അഭിപ്രായം. വയനാട് ജില്ലയിലെ പനമരം പഞ്ചായത്തിലെ പരിയാരംപൊയിൽ കാട്ടുനായിക ഉന്നതിയിലെ സ്ത്രീകൾ പറയുന്നത് കേൾക്കണം. അപ്പോൾ മനസ്സിലാകും എത്രത്തോളം അതിദാരിദ്ര്യ മുക്തമാണ് നമ്മുടെ സംസ്ഥാനമെന്ന്. കൂലി പണിയെടുത്ത നമ്മൾ ജീവിച്ചു പോവും. അല്ലെങ്കിൽ സർക്കാരിന്ന് വലിയ അനുകൂലമൊന്നും നമുക്ക് കൊടുത്തരുന്നത്. അനുകൂലം കിട്ടിയ തന്നെ അവിടുത്തെ പ്രൊമോട്ടർ വന്നിട്ടാണ് ഇവിടെ നമുക്ക് ഇത്രേ വെള്ളം ഇറങ്ങിയ സമയത്ത് അത് വന്ന് ഇവിടെ കണ്ട് ഇവിടെ ഒരാൾക്കാര് ഇങ്ങോട്ട് നിങ്ങളിപ്പോ വന്ന് കണ്ടതല്ലേ? ആരെങ്കിലും ഒന്ന് വരാനുള്ള വഴിയാണോ? ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. എന്താന്നറിയോ? പ്രൊമോട്ടർ ഒന്നിൽ പരമടുത്ത് പ്രൊമോട്ടർ ഉണ്ട്, ഒന്ന് വന്ന് അന്വേഷിക്കുക. ഇല്ലല്ലോ, അന്വേഷിക്കില്ല. എന്ത് അരിസാധനം ആരെ കൊണ്ട് തരാനുള്ളത്? അതാ എന്റെ വീട്ടിലതാ ഒരു തള്ള നെൽത്ത് തണുപ്പത്ത് കിടക്കുക. പ്രൊമോട്ടർ അല്ലെങ്കിൽ ആശവർക്ക എന്തെങ്കിലും ഒന്ന് സഹായം. അതിദാരിദ്ര്യം പിടിച്ചവരില്ല എന്നാണ് നാളെ പ്രഖ്യാപിക്കാൻ പോവുക. അങ്ങനെ വയനാട്ടില് ഇല്ലാന്ന് അതൊക്കെ പറയും. എന്തെന്നറിയോ? അവര് അതല്ല അതിന്റെ അപ്പുറത്തും പറയൂ. എന്തെന്നറിയോ? ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇവിടുത്തെ ദുരന്തം എന്താന്ന് എന്താന്ന് ഇവരാരും മനസ്സിലാക്കൂല. അടുത്ത് ഇത്രക്കെല്ലാം ആൾക്കാരുണ്ട്, ഒന്ന് വന്ന് കണ്ട് എന്താ ഇവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട് ഇല്ല ഒന്ന് അന്വേഷിക്കണ്ടേ? അരിയൊക്കെ കിട്ടുന്നുണ്ടോ? അരിയൊന്നും കിട്ടുന്നില്ല. ഇല്ല, സത്യമായിട്ട് കിട്ടുന്നത് നമ്മള് ഇന്ന് വന്ന് പോയ ആ ചേച്ചി വന്നിട്ടാണ് ഞമ്മക്ക് ഇവിടേക്ക് കിറ്റായിട്ട് കിട്ടുന്നത്. അല്ല ഇവിടെയുള്ള പ്രൊമോട്ടർമാര്, തിരിഞ്ഞു നോക്കാത്ത പ്രൊമോട്ടർമാര് ആണ്. മേടിച്ച് തിന്നാൻ പഠിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞ് ഇതാ ഇവിടെ ഒരു അച്ഛന് മരിച്ചായിട്ട് പ്രൊമോട്ടറൊക്കെ പറഞ്ഞ് കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കോളാം. എവിടെ എത്തി? എന്ത് ചെയ്യാൻ പറ്റൂ? എനിക്കൊരു ആൺകുട്ടികളുണ്ടെങ്കിൽ പണിക്ക് പോകൂ. ഞാൻ ഒരു അമ്മയായി പോയില്ലേ, എനിക്ക് ഒരു മോളു. അരി കിട്ടുന്നുണ്ടോ? അരി 30 കിലോ അരി കിട്ടും. പിന്നെ അരി കിട്ടാനാണ് ഈ മാസം 30 ആവണം. അന്നേര പട്ടിണിയല്ലേ. ഒരുപാട് പേരുള്ളതുകൊണ്ട് തികയുന്നില്ല. 3 കുട്ടികളുണ്ട്, പണിയെടുക്കാനാവൂല. ചെറിയ കുട്ടികളാണോ? ബാലവാടി പോണത്, ഒരു സ്കൂളിൽ പോകുന്നുണ്ട്. ഭർത്താവ് ഇല്ല? ഭർത്താവ് മരിച്ചുപോയി. കാറിൽ കിട്ടുമ്പോ തിന്നത്, അല്ലെങ്കിൽ ഇല്ല. കൊറേ പേരുണ്ടോ ഇവിടെ? വീട്ടില് 4 ആളുണ്ട്. 4 ആളുണ്ട്. അപ്പൊ റേഷൻ അരി കിട്ടുമ്പോ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വകയില്ല എന്നാണ്. കേരളത്തിലെ ആദിവാസികളുടെ 42% ജീവിക്കുന്ന ജില്ലയാണ് വയനാട് ജില്ല. അപ്പം അവരുടെ അടുത്ത് ഞാൻ ചെന്നപ്പോൾ ഞാൻ കണ്ടത്, അവർക്ക് ഈ കുടുംബശ്രീയിൽ ഒന്നും ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം ഭൂവുടമകളുടെ കൃഷി മേഖലയിലാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ കൃഷിക്ക് പോകുന്നവർ ഞങ്ങൾ കുടുംബശ്രീയിൽ പ്രവർത്തിക്കാൻ പോയത് കൊണ്ടാണ് കൃഷിപ്പണിക്ക് വരാൻ പറ്റാത്തതെന്ന് പറയാൻ പറ്റില്ല. ഒരു ദിവസം മുടങ്ങിയാൽ അവരെ ചവിട്ടി പുറത്താക്കും. പിന്നെ അപ്പൊ അവരുടെ ജീവിതം അന്നം മുട്ടും എന്നുള്ളത് കൊണ്ട് ഈ ആദിവാസികളെല്ലാം തന്നെ കുണ്ടൽ പണി എന്നാണ് അതിന് പറയുക. അതായത് ശരിക്ക് പറഞ്ഞാല് അടിമപ്പണി തന്നെയാണ് കുണ്ടൽ പണി. വള്ളിയൂർക്കാവ് ഉത്സവത്തിന്റെ അന്നാണ് അവര് ജന്മിയുമായിട്ട് കരാറിൽ ഒപ്പിടുന്നത്. അന്നേരം എന്തെങ്കിലും അവർക്ക് ചേല മേടിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് പൈസ കൊടുക്കും. ആ പൈസയുടെ വെളിച്ചത്തിൽ 1 വർഷത്തേക്കുള്ള ജോലിക്കാണ് അവർ കോൺട്രാക്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാ ദിവസവും കൊടുക്കുന്ന കൂലിയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ജോലി ചെയ്യുന്ന ആ ആദിവാസി വിഭാഗം ഇപ്പോൾ എല്ലാം പട്ടിണിയിലും തൊഴിലില്ലായ്മയിലുമാണ്. എന്തുകൊണ്ട്? അവിടെ അതായത് കേരളത്തിലെ നെൽകൃഷി 1980 7,75,000 ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്ന കേരളം 1980
ഇപ്പോ ഈ 2025 ആകുമ്പോൾ 1,50,000 താഴെ എന്നാണ് സോണി പുളിങ്കുന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്. ഇക്കണോമിക് റിവ്യൂല് 1,90,000 2 ലക്ഷത്തിന് അടുത്തുണ്ട്. പക്ഷെ അത് തെറ്റാണെന്നാണ് ഒരു കർഷകനായ സോണി പുളിങ്കുന്ന് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞത്. അപ്പൊ എന്തായാലും 2 ലക്ഷം എന്ന് വെച്ചോളൂ. 8.25 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷത്തിലേക്ക് താഴുമ്പോഴേക്ക് നെൽകൃഷിയെല്ലാം നിർത്തിപ്പോയി. സാധാരണ നെൽകൃഷി പോലെയുള്ള കൃഷികളിലായിരുന്നു വയനാട്ടിലെ ആദിവാസികൾ ഉപജീവനം കണ്ടെത്തിയിരുന്നത്. ആ കൃഷി ഒരുപാട്, അതായത് മറ്റു തോപ്പുകളായിട്ട് മാറി. അതായത് നെൽകൃഷി ചെയ്യാനും അതിനുള്ള ഈ പറയപ്പെട്ട, അതായത് പ്രത്യേകിച്ച് ഈ 10 വർഷം കൊണ്ട് ഗവൺമെന്റ് കാണിച്ചു കൂട്ടുന്നത് ഒരിക്കൽ പോലും സംഭരണ വില സമയത്ത് കിട്ടില്ല, സംഭരണ സമയത്ത് നടക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുടെ നെൽകൃഷി നിർത്തിക്കളഞ്ഞു കർഷകര്. അപ്പൊ യഥാർത്ഥത്തിൽ അതിന്റെ ദുരിതം പേറുന്നവർ വയനാട്ടിലെ ആദിവാസികളാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട്, ആ ആദിവാസികളെ അന്ന് ഞാൻ സർവേക്ക് പോയത് 2008-9 കാലത്താണെങ്കിൽ ഇപ്പൊ അവരുടെ അവസ്ഥ അതിനേക്കാളൊക്കെ വളരെ ശോച്യമാണ് എന്നുള്ളത് ഞാൻ പോകുമ്പോഴൊക്കെ കാണാറുണ്ട് ആദിവാസികളെ. അപ്പോഴേ അങ്ങനെ എനിക്ക് മനസ്സിലാവും. ഒക്കെ പോകട്ടെ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. എന്താണ് ഗീതാനന്ദൻ പറയുന്നത്? ആദിവാസി ഗോത്ര മഹാസഭയുടെ അമരത്തിരിക്കുന്ന ഗീതാനന്ദനുണ്ട്, അതുപോലെ ജാനു ഉണ്ട്. ഇവരൊക്കെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഗീതാനന്ദൻ പറയുന്നത്, ഹിന്ദു കോട്ട് ചെയ്തിട്ടുണ്ട് ഗീതാനന്ദന്. എന്താണ് ഗീതാനന്ദൻ പറയുന്നത്? അതിദരിദ്രർ പറ്റിയ ഒരു മൈക്രോ ലെവൽ സ്റ്റഡി നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് ശുദ്ധ കളവാണ്. അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല. ആ സ്റ്റഡി നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനകത്ത് ആദിവാസികളെ പറ്റി ഒരു മെൻഷനും ഇല്ല. ആദിവാസികളെ പ്രത്യേകമായിട്ട് എടുത്ത് പഠിച്ചിട്ടില്ലെന്ന്. അതായത് ഏതൊരു സമൂഹത്തിലും, നമ്മുടെ ഇന്ത്യയിലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയുടെ ഏതൊരു സമൂഹത്തിലും ഏറ്റവും എന്താ പറയുക, ദരിദ്രവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന സമൂഹം എന്ന് പറയുന്നത് പട്ടികവർഗക്കാരാണ്. പട്ടികവർഗക്കാരുടെ കുട്ടികള്, എന്റെ കയ്യിൽ ഇപ്പോൾ തന്നെ പേപ്പർ കട്ടിംഗ് ഉണ്ട്. കുട്ടികള് ഹോസ്റ്റൽ ഫീയും സൗകര്യങ്ങളും ഒന്നും ഗവൺമെന്റ് കൊടുക്കാത്തത് കാരണം കൊണ്ട് ഹോസ്റ്റൽ വിട്ട് പഠനം വിട്ട് വീട്ടിൽ പോയിരിക്കുന്നു ആദിവാസികള്. അതാണ് ആദിവാസികളുടെ അവസ്ഥ. അങ്ങനെയുള്ള ആദിവാസികളാണ് ദരിദ്രരായിട്ട് ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പം ഗീതാനന്ദൻ എന്താണ് പറയുന്നത്? ആദിവാസികളെ പറ്റി പ്രത്യേക മെൻഷനോ പ്രത്യേക കരുതലോ ഇല്ലാത്ത ഒരു സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ, നെയിം സേക്ക് ആ സർവേ നടന്നു പോയിട്ടുണ്ട്, അതുവഴിയായിട്ട് ആദിവാസികളുടെ പ്രശ്നങ്ങളൊന്നും അവർ പഠിച്ചിട്ടില്ല, അതൊന്നും കണക്കിലെടുക്കാതെയാണ് ഇങ്ങനെ ഒരു റെസ്പോൺസ് ഇങ്ങനെ ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഗീതാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, അവര് ഗീതാനന്ദനൊക്കെ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാല് 5% 64,006 ഫാമിലീസ് എന്ന് പറഞ്ഞാല് അവിടുത്തെ ആദിവാസികളുടെ 5% വരുന്നുള്ളൂ. ആ ബാക്കി ആദിവാസികൾ, അതായത് യഥാർത്ഥത്തിൽ പട്ടിണിയിൽ കിടക്കുന്ന ആദിവാസികൾ ഏത് തരക്കാരൊക്കെയാണ്, ഏത് കാറ്റഗറിയിൽ പെട്ടവരൊക്കെയാണ്? വയനാട്ടിലെ ഏറ്റവും ദാരിദ്ര്യവൽക്കരിക്കപ്പെട്ട, തൊഴിൽ നഷ്ടപ്പെട്ട് കഷ്ടതയിൽ കഴിയുന്ന ആദിവാസി വിഭാഗങ്ങൾ എന്ന് പറയുന്നത് പണിയ വിഭാഗത്തിലുള്ളവർ, അടിയ വിഭാഗത്തിലുള്ളവർ, കാട്ടുനായ്ക്കർ വിഭാഗത്തിലുള്ളവർ, വേട്ടക്കരുമാൻ വിഭാഗത്തിലുള്ളവർ. ഈ 4 വിഭാഗക്കാരുടെയും പറ്റി യാതൊരു സർവേയും ആരും നടത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സർവേ, അങ്ങനെ അവരുടെ റെപ്രസെന്റേഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഇതുപോലെ ഒരു ലിസ്റ്റ്, അതായത് ആകെപ്പാടെ 64,006 ഫാമിലീസാ ഉള്ളത്. അതിൽ നിന്നാണ് ഈ പറയപ്പെട്ട ആൾക്കാരെ ഒന്നും അവർ സ്പർശിച്ചിട്ടേ ഇല്ല, അവരുടെ സർവേ നോക്കിയിട്ടേ ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പഠനത്തിന്റെ ബേസിസിൽ നടത്തിയാൽ വയനാട്ടിലെ ആദിവാസികളെ പാടെ തഴഞ്ഞു, ആദിവാസികളുടെ പട്ടിണി, ആദിവാസികളുടെ ദുരിതം മറച്ചു വെക്കപ്പെടുന്നു എന്ന് വേണം നമുക്ക് വിധി എഴുതാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇടുക്കി പോലെ, അതുപോലെ കാസർഗോഡ്, ഇവിടെയൊക്കെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരാരും ഈ സർവേക്കകത്ത് വന്നിട്ടുണ്ടാവില്ല. സാധാരണ ഈ സർവേകളൊക്കെ നടത്തുന്നത് കൃത്യമായിട്ട് അതായത് അവർക്കൊരു മാനദണ്ഡം വേണം. അതായത് ഇത്തരം കാറ്റഗറീസിനെ ഉൾപ്പെടുത്തി വേണം സർവേ നടത്താൻ എന്ന് പ്രത്യേകമായ കരുതലോടെ അത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സർവേ നടത്താൻ പോകുന്നവര് ഏറ്റവും ഈസി ആയിട്ട് സർവേ നടത്തി പോകാവുന്ന ഇടങ്ങളിലൊക്കെ പോയി നടത്തിക്കൊണ്ട് പോകും. അങ്ങനെ ഒരു സർവേ പോലും നടന്നിട്ടുള്ളതായിട്ട് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ.
ഇനി അങ്ങനെ എന്തെങ്കിലും സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് വളരെ ഈസി ആയിട്ട്, അതായത് പലപ്പോഴും പുരപ്പുറത്തിരുന്ന് സർവേ നടത്തുന്നവരുണ്ട്. അതായത് പുരപ്പുറത്തിരുന്ന് എന്ന് പോലും പറയേണ്ട, നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള മുറിക്കകത്തിരുന്ന് സർവേ നടത്തുന്ന മഹാരഥന്മാരുണ്ട്. അപ്പൊ അത്തരം സർവേ ആകാം നടത്തിയത്. അഥവാ ഇങ്ങനെ സർവേ നടത്തിയെങ്കിൽ തന്നെയും ഈ ആദിവാസി ഗോത്ര മഹാസഭയുടെ ഏറ്റവും പാവപ്പെട്ടവർ ജീവിക്കുന്ന മേഖലകളിലേക്കോ അവരുടെ ഇടയിലേക്കോ ഈ സർവേ ഇറങ്ങി ചെന്നിട്ടില്ല എന്ന് ആ ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. അപ്പോ തന്നെ അത് ക്ലിയർ അല്ലേ? ഈ പറയപ്പെട്ട തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നത് യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്, ഈ മലയാളികളെ മുഴുവനും കബളിപ്പിക്കലാണ് എന്നത്.